ഫ്രണ്ട്സ്, എല്ലാവർക്കും സിൻഡ്രല്ല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷൻ കാണാം. ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 3 ടീസ്പൂൺ, 5-6 പച്ചമുളക്, അതുപോലെ കാഷ്യൂ നട്ട്സ് ആവശ്യത്തിന്. എന്നിട്ടൊരു ഗ്രൈൻഡർ വെച്ചിട്ട് ഒരു കപ്പ് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാവണം. എന്നിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ഇതിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ബാറ്ററും ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്യുക. 5 മിനിറ്റ് വരെ നിർത്താതെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ടൊരു 20 തൊട്ടിട്ട് 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ നേരം കൊണ്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇടില്ല, അതേപോലെ വേണം. ബ്രൗൺ കളറിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 1/4 ഭാഗത്തോളം സവാള നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ബാറ്റർ കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. ഈ ബാറ്റർ ചേർത്തതിന് ശേഷം കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏതാണ്ടൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ നേരം കൊണ്ട് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു ചെറുനാരങ്ങയുടെ 1/4 ഭാഗം ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. നമ്മൾ തൈര് അത്ര പുളിയുള്ള കാരണം ചെറുനാരങ്ങ അധികമൊന്നും ചേർക്കേണ്ട ആവശ്യം വരണില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഈ നേരം കൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കുക. കാരണം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചിട്ടുള്ള അരിയാണ്. എന്നിട്ട് അതിന് ശേഷം സവാള വറുത്തതും അതുപോലെ മല്ലിയില അരിഞ്ഞതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇത് ചെയ്തെടുക്കുക. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്പം വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം തന്നെ
മല്ലിയിലയും അതുപോലെ സവാള വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് പാല് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ബിരിയാണിയിൽ ഇങ്ങനെ പാലൊക്കെ ചേർക്കുമ്പോൾ നല്ല രസമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റായിരിക്കും ആ റൈസിനും അതുപോലെ ചിക്കനും ഉണ്ടാവുക. ഇനി 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കുക. സാധാരണ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതിയാവും. പക്ഷേ ഇതിൽ പാലൊക്കെ ചേർത്തിട്ടുള്ള കാരണം അതൊന്ന് വറ്റി വരാൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് 30 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് റൈസും അതുപോലെ ചിക്കനും ആ ഗ്രേവിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ബിരിയാണി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ ഒരുപാട് മസാല കൂടുതലോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.